2026 ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ദീപം തെളിച്ച് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പിതാവിനെ സ്നേഹത്തോടുകൂടി സ്നേഹിക്കുന്നു. ആദ്യത്തെ തിരി പിതാവ് കത്തിച്ച് 2026 നമ്മുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കട്ടെ. ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ്റെ 2026 പ്രവർത്തനങ്ങൾ വളരെ മനോഹരമാക്കാനും ദൈവകൃപയുണ്ടാകാനും. അടുത്തതായിട്ട് നമ്മുടെ 2026 പ്രസിഡന്റ് ഇഞ്ചക്കൻ ചേട്ടനെ രണ്ടാമത്തെ തിരി കത്തിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ബഹുമാനായ ഗസ്റ്റ് ജോൺ സി തച്ചിറ അച്ഛനെ മൂന്നാമത്തെ തിരി കത്തിച്ച് ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ആത്മീയ ഗുരുവായ നോബി അയ്യനത്തച്ഛ 2026 ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കാൻ നിങ്ങളെ ഒരു തിരി കത്തിച്ച് ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവിലെ സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി എല്ലാവരും കൂടെ ചേർന്ന് അഞ്ചാമത്തെ തിരി കത്തിച്ച് നിങ്ങളുടെ സഹകരണവും ഐക്യദാർഢ്യവും ഇന്ത്യൻ കാത്തലിക് അസോസിയേഷനോട് പ്രഖ്യാപിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആറാമത്തെ തിരി കത്തിക്കുവാനായി ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ മിസ്റ്റർ ആൻഡോ വർക്കിയെയും എല്ലാ ബോർഡ് ട്രസ്റ്റി മെമ്പേഴ്സിനെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ്റെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും, സോണൽ ഡയറക്ടേഴ്സും, ഓഡിറ്റേഴ്സും, പാസ്റ്റ് പ്രസിഡന്റുമാരും എല്ലാവരും കൂടെ ചേർന്ന് അടുത്ത തിരിയും കത്തിച്ച് അവരുടെ ഇന്ത്യൻ കാത്തലിക് അസോസിയേഷനുള്ള വിധേയത്വം, സഹകരണം, അവരുടെ സഹകരണ മനോഭാവം എന്നിവ ഇന്നിവിടെ അവരവിടെ അർപ്പിക്കുകയാണ്. താങ്ക് യു. ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ്റെ 2026 പ്രവർത്തന ഉദ്ഘാടനം ഔദ്യോഗികമായി നടത്തിയിരിക്കുന്നു. Our Easter ticket kick-off, ബിഷപ്പ് ഗ്രഗറിയലിന് കൊടുത്ത് നമ്മുടെ കിക്ക് ഓഫ് ഇനാഗ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഔസേപ്പച്ചൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാരിറ്റി സെക്കൻഡ് ഹൗസിൻ്റെ പ്രൊജക്റ്റ്, അതിൻ്റെ ചെക്ക് കൊടുക്കാനായിട്ട്, ബിഷപ്പിന് കൊടുക്കുവാനായിട്ട് പ്രസിഡന്റ് ജോസഫ് മാത്യു ഇഞ്ചക്കനെ, പാസ്റ്റ് ഇമ്മീഡിയറ്റ് പ്രസിഡന്റ് റോയ് ആന്റണിനെ ക്ഷണിച്ചു കൊടുക്കുന്നു.
Thank you, Crystal, Alina, and Ashley. I loved your dance. Okay. Presentation speech by Reverend Father Nobi Ayanatha. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, ഇനി വാലന്റൈൻസ് ഡേ അടിമാർക്കൊന്നും ഭാര്യമാരെയും വിളിച്ചോണ്ട് ഡിന്നറിന് പോകാൻ സമയമില്ല, അത് ഇത് വെച്ചേക്കാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്രയും രോഷാകുലനാവണ്ട, കർത്താവാണ് യഥാർത്ഥ വാലന്റൈൻ രാവിലെ ഇങ്ങോട്ട് തള്ളി ഒരു മെസ്സേജ് വിട്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷത്തോടെ പോകുമായിരുന്നു. അപ്പോൾ ഹൃദയങ്ങൾ കൈമാറുന്ന ദിവസമാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമുക്കൊരുമിച്ച് ഹൃദയങ്ങൾ കൈമാറാൻ ഈ സന്ധ്യയിലൂടെ ആയിരിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നത് ഈ ചിലപ്പം ഒരിക്കൽ ഞാൻ ചാപ്ലൻസ് പഠിക്കാൻ പോയപ്പോൾ അവിടെ ഒരു CPR കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു, ഒരാളെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ അയാൾ എൻ്റെ ഒരു സാധാരണ ഒരു വലിയ മെഡിക്കൽ അറിവൊന്നുമില്ലാത്ത സ്കൂളിലെ ബയോളജി ക്ലാസ്സിൽ പണ്ടൊരു ഉത്തരം തെറ്റി പറഞ്ഞ മെഡില്ല ബ്ലോങ്കേറ്റ് എന്ന് പറഞ്ഞ് അടി വാങ്ങിച്ചിട്ടുള്ള തെറ്റുത്തരമായിരുന്നു. അങ്ങനെ അടി വാങ്ങിച്ചിട്ടുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് സെമിനാരി വന്നിട്ട് ഒരു അക്ഷരം പഠിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച്. എനിവേ ഞാനപ്പോൾ ഇങ്ങനെ ഇയാൾ മരിച്ചു പോയെന്ന് വിചാരിച്ചു. പക്ഷേ അകത്ത് പോയി വന്നപ്പോൾ കൊണ്ട് നിങ്ങളെപ്പോലുള്ള കുറച്ച് നഴ്സുമാരൊക്കെ വന്ന് ഇടിച്ച് ശരിയാക്കി ഇയാളെ ജീവനിലേക്ക് കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ചത് ഒരു അനുബന്ധമായ അനുഷ്ഠാനം പോലെ പോയതാണ്. പക്ഷെ തിരിച്ച് ജീവനോടെ വന്നു. എന്നാലും ഞാൻ പിന്നെ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു, ഈ ഹൃദയം എന്ന് പറയുന്നത് ഒരു നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഹൃദയം എന്ന് പറയുന്നത് ഒരു ശാരീരികമായ അവയവം എന്നതിനേക്കാൾ അപ്പുറത്ത് വളരെ പരികൽപ്പനകൾ നിറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തു ഹൃദയത്തെക്കുറിച്ചാണ് ഒരുപാട് സംസാരിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ഹൃദയം മെനഞ്ഞുണ്ടാക്കി ഹൃദയത്തിൽ നിന്ന് തുടങ്ങുന്നു, അവസാനിക്കുന്നു ഹൃദയത്തിലാണ്. ക്രിസ്തുവിൻ്റെ മരണക്കാർ പിതാവ് പറഞ്ഞില്ലേ, എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞിട്ട് തിരികെ പോയപ്പോൾ ഏറ്റവും അവസാനം നെഞ്ച് പിളർന്നിട്ടാണ് അതിൽ നിന്നാണ് ഉൾക്കാഴ്ച, ആ കുത്തിയവന് ലംഗ്യൂനസിനെ കാഴ്ച നൽകിയ രക്തവും വെള്ളവും ഒലിച്ചിറങ്ങിയതാണ്, ഗഷ് ഔട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പം മിഴികൾ അടഞ്ഞുപോയാലും പ്രവഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഊർജം വഹിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഹൃദയം എന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്തൊരു സുന്ദരമായ ഒരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിലെ സൂര്യൻ എങ്ങനെ വെളിച്ചം നൽകുന്നുവോ അതുപോലെ ശരീരത്തിൻ്റെ വെളിച്ചം നൽകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഹൃദയം എന്ന് കേട്ടിട്ടുണ്ട്. ബുദ്ധിസത്തിലൊക്കെ പറയുന്ന ബോധിസത്ത ദീപ്തമായ ഈ പ്രകാശമാണ്, ദീപ്തമായ ഹൃദയമാണ്. താവോയിസത്തിൽ പറയുന്ന ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് അത് ശാന്തിയുടെയും വെളിച്ചത്തിൻ്റെയും ഇടമായിട്ടാണ്. നമ്മുടെ തിരുക്കാസ പോലും പാശ്ചാത്യ കാവ്യ ഭാവനകളിൽ വിരിഞ്ഞത് ഹൃദയത്തിൻ്റെ വലിയ പരികൽപ്പനയുടെ ഭാഗമായിട്ടാണ്. ഈജിപ്ഷ്യൻ പാരമ്പര്യങ്ങളിലും ഇത് തന്നെയാണ് നമ്മൾ കാണുക. ഹൈന്ദവ പാരമ്പര്യങ്ങളിൽ ബ്രഹ്മപുരം എന്നാണ് ഹൃദയത്തെക്കുറിച്ച് പറയുക, ബ്രഹ്മാവ് വസിക്കുന്ന ഇടം. ഭാരതീയ ദർശനത്തിലും നമ്മൾ കാണുന്നത് പ്രപഞ്ച താളമായിട്ടാണ്. ഹൃദയത്തിൻ്റെ താളം പോലെ പ്രപഞ്ചം വികസിക്കുകയും അതിൻ്റെ കൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ നടക്കുന്നത് അങ്ങനെയാണെന്നാണ് പറയുക. ഇത് മനോഹരമായിട്ടാണ് ഓരോ ഉപനിഷത്തുകളിലെ ധ്യാന ഗൃഹം എന്നാണ് ഹൃദയത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുക. അത്ര മനോഹരമായിട്ട് അത്രയ്ക്കും പ്രൊഫൗണ്ടായിട്ടുള്ള, സൂഫികളൊക്കെ പറയുന്നത് കരുണയുടെ സിംഹാസനമാണ്, ഇസ്ലാമിൽ പറയുന്നത് കൽബാണെന്നാണ് പറയുക. മുഴുവൻ സപ്തവർണ്ണങ്ങളും വിരാജിക്കുന്ന കരുണയുടെ ഉറവിടമാണ് ഹൃദയം എന്നാണ് പറയുക. അപ്പം നമ്മൾ ഈ ഹൃദയത്തെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുമ്പോൾ മിഴിയടഞ്ഞാലും പ്രവഹിക്കുന്ന സ്നേഹത്തിൻ്റെ അനർഗള നിർഗള ലേപനമായിട്ട് ഈ ഹൃദയം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഹൃദയമുള്ളവരാകാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് നമ്മൾ ബലിയല്ല കരുണയാണ്. ഇന്ന് ഈ വലിയ കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നാളെ കുർബാനയ്ക്കാരും വരരുതെന്നല്ല, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ അച്ഛൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, മറിച്ച് ഏറ്റവും നമ്മുടെ കാരുണ്യത്തിൻ്റെ നിറവ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടാകട്ടെ. ഞാനിതിൻ്റെ പ്രസിഡന്റ് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഓർമ്മ വന്നു. ഒന്ന് ഓർമ്മ വന്നത് അദ്ദേഹം തൻ്റെ നാവിൽ ഹൃദയം സംസാരിച്ചുകൊണ്ട് ഹൃദയം നിറച്ചു വെച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ വർഷം അച്ഛനായപ്പോൾ ഇതുപോലെ ഹൃദയം നിറച്ചു വെച്ച് സംസാരിക്കുന്ന വളരെ നല്ല ഒരു മനുഷ്യൻ, MP തോമസ് സാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്തുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തുപോയി. അദ്ദേഹം പ്രസംഗം എപ്പോഴും ഇച്ചിരി പ്രസംഗിക്കാൻ വലിയ ഇഷ്ടമാണ്. ഒരുപാട് നേരം പ്രസംഗിക്കും ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്നതിന് ഒരു 2 മിനിറ്റിലും പറയും ഞാനത് നീട്ടുന്നില്ല സമയം. അപ്പം ഞാൻ തോമസ് സാറിനോട് ഒരിക്കലും പറഞ്ഞു,
തോമസ് സാറിനോട് ഞാൻ അച്ഛനോട് ആയതുമല്ലോ, തോമസ് സാറിനോട് ഞാൻ കയറുന്നതിന് മുമ്പ് പറഞ്ഞു, എനിക്കാണെങ്കിൽ ഈ സമയം വല്ലാത്തൊരു പ്രശ്നമാണ്. ഞാനതുകൊണ്ട് കയറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, തോമസ് സാറേ അങ്ങോട്ട് കയറിയിട്ട് ഇനി ഇത് അന്ന് അദ്ദേഹത്തിന് 17 വയസ്സുണ്ട്. ഞാൻ വളരെ സ്നേഹത്തോടെ പറയുന്നത്, എനിക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എനിക്കന്ന് 26 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അങ്ങോട്ട് കയറിയിട്ടേ ഞാൻ നീട്ടുന്നില്ല എന്ന് പറയരുത്, എന്നിട്ട് പറയരുത് പറഞ്ഞു, എല്ലാം ഏറ്റു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് കയറി പ്രസംഗിക്കാൻ വന്ന ധ്യാനഗുരുവിനെ, മലയോര കൺവെൻഷനാണ്, ധ്യാനഗുരുവിനെ പരിചയപ്പെടുത്തി, വികാരിയച്ഛനെ പരിചയപ്പെടുത്തി, അന്നത്തെ കൊച്ചച്ഛനായ എന്നെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങിയത്, ഞാൻ നീട്ടുന്നില്ല. അത് ഞാൻ ഓർത്തുപോയി. അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ എൻ്റെ ഹൃദയം നിറയ്ക്കുന്ന അനുഭവമായിരുന്നു. അതുകൊണ്ട് ഈ വാലന്റൈൻ ദിനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ആഘോഷിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ആ വലിയ ഹൃദയത്തിൽ കോർത്തു വെച്ച് ഈ സ്നേഹത്തിൻ്റെ വലിയ സംവേദനം സംക്രമിക്കട്ടെ എന്ന എളിയ പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. നന്ദി. जो मिले हंस के प्यार से दीवाना मेरा नाम रख दिया, मेरा नाम रख दिया, नाम रख दिया, मेरा felicitation by Reverend Father John C. Tachora. ഞാൻ പിതാവുമായി വന്ന് റോഡിൻ്റെ അപ്പുറത്ത് നിന്ന് വണ്ടി നിർത്തി ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിലേക്ക് വളരെ ആകർഷിക്കുന്ന ഒരു സ്പൈസി സ്മെല്ല് വന്നു. അപ്പോൾ നമുക്ക് ഉറപ്പായി ഇവിടെയാണ് നമ്മുടെ സ്ഥലം നടക്കുന്നത്. അപ്പോൾ ഒരു സുഗന്ധമാണ്, അത് സുഗന്ധക്കൂട്ടാണ്. പല പല കറികൾ, വിഭവങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പുകഞ്ഞ് പൊന്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു നല്ല മണം. ആ മണത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പുതിയ ഒരു സുഗന്ധമാണ്. ഈശോ തൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് തൻ്റെ സ്വപ്നങ്ങൾ പങ്കുവെച്ചു. നിങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിൽ പോകും, നിങ്ങൾ പലർക്കും അതിശയമായി മാറും.
നിങ്ങളെ പിടിക്കുന്നവരും പീഡിപ്പിക്കുന്നവരും ഉണ്ടാവും, കൊല്ലുന്നവരുണ്ടാവും. അക്കാലഘട്ടത്തിലൊന്നും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. പിന്നീട് കൊറിന്തോസിലേക്ക് പൗലോസ് എഴുതുന്നുണ്ട്, യു ആർ ദി ഫ്രാഗ്രൻസ് ഓഫ് ആരോമ ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. ഇതൊരു പുതിയ സുഗന്ധമാണ്. നമ്മളിവിടെ നിന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണ രുചികളൊക്കെ നമ്മുടെ നാവിൽ നിന്ന് അസ്തമിച്ച് കഴിയുമ്പോൾ ഇതൊന്നും നിലനിൽക്കുന്ന ഒന്നുമല്ല. പക്ഷെ ഒരു പുതിയ പരിമളത്തെക്കുറിച്ചാണ് കൃത്യതയോടുകൂടി പൗലോസ് കൊറിന്തോസിലെ ജനങ്ങൾക്കോട് പറയുക. അവരുടെ പരിമിതമായ അവസ്ഥകളിൽ, അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ ദുരിത ജീവിതങ്ങളിൽ അവരോട് പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളിൽ നിന്നറിയാതെ പുറപ്പെടുന്ന ഒരു സുഗന്ധമുണ്ട്. ക്രിസ്തു കേന്ദ്രീകൃതമായി, ക്രിസ്തു സ്പർശനീയമായ എന്തും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ പരിമളത്തെക്കുറിച്ചാണ് പൗലോസ് പറയുക. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സുഗന്ധമാണ്, പരിമളമാണ്. നമ്മളിന്ന് 46 വർഷം പൂർത്തിയാകുന്ന ഒരു വലിയൊരു സംഘടനയുടെ വാർഷിക പ്രവർത്തന വർഷ ഉദ്ഘാടനത്തിൻ്റെ സായാഹ്നമാണ്. ഇവിടെ ഈ സംഘടനയെ മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഇവിടെ വന്നിട്ട് അമേരിക്ക വന്നിട്ട് ഒത്തിരി സംഘടനകളുടെ ഇതുപോലുള്ള വേദികളിലൂടെ കടന്നു പോകുന്ന അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഇന്ത്യ കാത്തലിക് അസോസിയേഷനെ അതിന് നൽകുന്ന ഒരു സ്പെഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു പുതിയൊരു പരിമളമാണ്, പരിമളമായി നിലനിൽക്കേണ്ടതാണ്. ഒരു അപ്പത്തിൻ്റെ സായാഹ്നത്തിൽ ആരംഭിച്ച ഒരു ഓർമ്മയുടെ തുടക്കത്തിൽ നിന്നാണ് ഈ സംഘടനയുടെ ആരംഭമെന്ന് ഞാനിവിടെ മനസ്സിലാക്കുകയായിരുന്നു. ക്രിസ്തു അർപ്പിച്ച ദിവ്യകാരുണ്യത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ അനുഭവം ഇവിടെയുള്ള ഈ പ്രവാസ സമൂഹത്തിന് ഒരുമിച്ച് ആസ്വദിക്കുവാൻ തക്ക വിധത്തിൽ വൈദികരെ കണ്ടെത്തുക, അതിനുള്ള ഫെസിലിറ്റി കണ്ടെത്തുക, അങ്ങനെ ഒരു സഹിയോനൂട്ടിശാലയുടെ ഒരു അനുഭവത്തിൽ ആരംഭിച്ച ഒരു ചെറിയ കൂട്ടായ്മ പിന്നീടത് വളർന്ന, നിങ്ങൾ എന്നെ ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ മുറിക്കപ്പെടുക കൂടി ചെയ്യും. രണ്ടാമത്തെ തലത്തിലേക്ക് പ്രസിഡൻസി അവസരിപ്പിച്ചും പറയുകയായിരുന്നു. ഇപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ചിങ് മിഷൻ എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോർമേഷനാണ്. നമ്മൾ രുചിച്ചത് പങ്കുവയ്ക്കുകയാണ്. അതാണ് കൃത്യമായിട്ട് പൗലോസ് പറയുക, നിങ്ങൾ യു ആർ ദി അരോമ. ഇത് വളരെ നിസ്സാരമായൊരു കാര്യമല്ല. ഒത്തിരി നന്മ മരങ്ങൾ കടപുഴകി വീണ് ദുർഗന്ധങ്ങൾ വമിക്കുന്ന ചില സമയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഒത്തിരി നന്മ മരങ്ങൾ സുഗന്ധമാണെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നീട് ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ ദുർഗന്ധപൂരിതമാകുന്ന അനുഭവങ്ങളും പ്രവർത്തനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ ഏറ്റവും വലിയ ചലഞ്ചും ഐഡൻറ്റിറ്റിയും ഇതാണ്. ഈ പരിമളം നിലനിർത്തേണ്ടതുണ്ട്. എന്താണ് ഈ പരിമളം? ഇത് പിതാവ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ആർക്കൊക്കെ ചെയ്തുവോ അതൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത്. എൻ്റെ രോഗാവസ്ഥയിൽ, എൻ്റെ വ്യാകുലാവസ്ഥകളിൽ, എൻ്റെ നഗ്നാവസ്ഥകളിലൊക്കെ ആർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോ അതെല്ലാം എനിക്കായിരുന്നുവെന്ന ഒരു വലിയ വെളിപ്പെടുത്തേണ്ട ഒരു വിധിദിനമുണ്ട്. ഒരു വിധിദിനം. അന്ന് നമ്മൾ വിലയിരുത്തപ്പെടാൻ പോകുന്നത് ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്. ബാക്കി എല്ലാ പെർഫോമൻസും എല്ലാം നമ്മളിന്ന് എടുത്തു മാറ്റപ്പെടും. പക്ഷേ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ അരൂപിയിൽ പ്രാർത്ഥനിച്ച് കത്തിച്ചൊരിച്ച് ചെയ്തെല്ലാം അവിടെ സാക്ഷ്യങ്ങളായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ തൊട്ടു നോക്കിയിട്ട് ക്രിസ്തു നമ്മളോട് പറയും, ഇത് നീ എനിക്ക് ചെയ്തതാണ്. ഇപ്പോൾ നീ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് നിൻ്റെ സുഗന്ധം എൻ്റെതായിട്ട് തന്നെ തോന്നുന്നുണ്ട്. നിന്നെ ഞാൻ മണക്കുമ്പോൾ നിനക്ക് എൻ്റെ തന്നെ മണമുണ്ട്. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ പുതിയ പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ ആരംഭിച്ച ഈ വലിയ നിയോഗം അത് തുറന്നു കൊണ്ടുപോകുവാനുള്ള വലിയ അനുഗ്രഹമെന്നാണ്. പ്രാർത്ഥിച്ചാരംഭിച്ചു, സ്നേഹിച്ചു പങ്കുവെച്ചതിൻ്റെ വലിയ അനുഭവം അത് അടുത്ത തലങ്ങളിലേക്ക് തീഷ്ണതയോടുകൂടി പങ്കുവെക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുവാൻ ഏറ്റവും കൃപയുള്ള ഒരു മനുഷ്യനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, പ്രിയപ്പെട്ട ഔസേപ്പച്ചൻ നമുക്കെല്ലാവർക്കും വളരെ സ്വീകാര്യനായ സന്തോഷവാനായ മനുഷ്യനാണ് ഔസേപ്പച്ചൻ. എൻ്റെ ഇടവക ദേവാലയത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി
എല്ലാ മേഖലകളിലും പ്രവർത്തിക്കും. പ്രത്യേകിച്ച് ലിറ്റർജി, ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വലിയൊരു സഹായമാണ്. നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഔസേപ്പച്ചൻ ഒരു നല്ലൊരു ഗായകനാണ്. പക്ഷെ അത് ഇന്ന് പാടാൻ ആവശ്യപ്പെടരുത്. എൻ്റെ കുർബാന അർപ്പണത്തിൽ ന്യൂ ഹൈർ ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ എപ്പോഴൊക്കെ ഇങ്ങനെ ശൂന്യത വരുന്നു, അപ്പോഴൊക്കെ പൊട്ടുപിടുന്നൊരു പ്രഭാതമാണ് ഔസേപ്പച്ചൻ്റെ സംഗീതം. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇത് ചാരിറ്റി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. കാരണം അവർ ഹൃദയത്തിൽ നിന്നാണ് പാടുക. ബാക്കി എല്ലാവരും അധരത്തിൽ നിന്ന് സംഗതികൾ ഇട്ട് പാടുമ്പോൾ ഔസേപ്പച്ചനെ കുറിച്ച് പറയുക കൃത്യമായിട്ട്, നഥാനിയേൽ അവിടുന്ന് കടന്നു വരുന്നപ്പോൾ ക്രിസ്തു കൃത്യമായിട്ട് അവനോട് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ, ബിഹോൾഡ് ആൻ ഇസ്രായേലൈറ്റ് ഇൻ ഹൂം ദെയർ ഈസ് നോ ഡിസീറ്റ്. പ്രിയപ്പെട്ട ഔസേപ്പച്ച, ഇതങ്ങിൽ ഞങ്ങൾ കാണുന്നു. ഇത് തുടരുവാനുള്ള വലിയ യോഗം അങ്ങേക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഹൃദയം, നോബിയച്ചും പറഞ്ഞു, ഹൃദയത്തിൻ്റെ സായനത്തെക്കുറിച്ച് പറഞ്ഞു. ഹൃദയം ഒരു അവയവമല്ലെന്ന്, അതൊരു വികാരമാണെന്ന്. നമുക്കെല്ലാവർക്കും ഈ അവയവമാകുന്ന ഹൃദയത്തെക്കുറിച്ച് ഒത്തിരി ഉൾക്കണ്ടിയുണ്ട്. പക്ഷേ ഇതിനകത്തുനിന്ന് ഒരു വികാരമുണ്ട്. ആ വികാരം എന്താണ്? അത് മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വ്യാകുലതയും ഉൾക്കൊണ്ടയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ വലിയ സംഘടനയുടെ ഈ ഐഡൻറ്റിറ്റി, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. ഈ സംഘടനയുടെ നിലനിൽപ്പും തുടർച്ചയും സ്വപ്നവും സാക്ഷാത്കാരവും ഇതാണ്. യു ആർ ഇൻ എ വെരി സ്പെഷ്യൽ വേ ദി ആഡം ഓഫ് ക്രൈസ്റ്റ്. ഇത് നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ ഭക്ഷണ കൂട്ടായ്മയിൽ, നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ ചർച്ചകളിലൊക്കെ എങ്ങനെയാണ് പിതാവ് സൂചിപ്പിച്ചതുപോലെ ഈ സിമിത്തേരിയിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് നമ്മിൽ ഇനിയും അവശേഷിക്കുന്ന ഒത്തിരി പൊട്ടൻഷ്യൽസ് എങ്ങനെയാണ് അവരിലേക്ക് സാന്ത്വനമായും സന്തോഷമായും പകർത്തുവാനായിട്ട് സാധിക്കുമെന്ന് ഗൗരവമായി ചിന്തിക്കുവാനും കൂടി ഈ സായാഹ്നം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വേദിയിൽ, ഈ സായാഹ്നത്തിൽ എന്നെ കൂടെ കൂട്ടുവാൻ കാണിച്ച ഹൃദയപൂർവമായ സ്വാഗതത്തിന് നന്ദി പറയുകയാണ്. എല്ലാ മംഗളങ്ങളും നേരുന്നു, പ്രാർത്ഥനകളും നേരുന്നു. നമുക്ക് പരിമളമായി തുടരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. Up next we have the felicitation by our BOT chairman. എല്ലാവർക്കും സുപരിചിതനായ ആന്റോനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു പ്രസംഗത്തിനുള്ള സമയമല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സമയം നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ അല്പം ലേറ്റായി. പക്ഷേ ബോർഡ് ഓഫ് ട്രസ്റ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കുവാൻ പറ്റില്ല. കാരണം അതെന്താ പറയാഞ്ഞ് എന്ന് ചോദിക്കുന്നു. സമയം വൈകിയത് അവിടെ ഒരു റീസണല്ല. പ്രത്യേകിച്ച് ഞാൻ ഈ ഇരുന്ന കസേരയിൽ, ഇത് കഴിഞ്ഞ വർഷം ഇരുന്ന ആളെക്കുറിച്ച് ഒരു വാക്ക് പറയേണ്ടത് എൻ്റെ ഒരു കടമയാണല്ലോ. അതിവിടെ വേറെ ഒരു പ്രാസംഗികർക്കും പറയാൻ കഴിയാത്ത കാര്യമായിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് ഈ അസോസിയേഷൻ്റെ ഒരു വഴിത്താര, ഒരു കഴിഞ്ഞ കടന്നു വന്ന കാലഘട്ടത്തെക്കുറിച്ച് പറയാൻ ഒരു വാക്ക് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പിതാവ് അടക്കം പറഞ്ഞു, കഴിഞ്ഞ 46 വർഷമായി തുടങ്ങിയ ഈ അസോസിയേഷന് വിശ്വാസം നിലനിർത്തിക്കൊണ്ട് കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത്, അതുപോലെ സെൻറ് തോമസ് ഡേയും ഈസ്റ്ററും അതുപോലെ ആളുകളെ ചേർന്ന് ഗാദർ ചെയ്യാനുള്ള ഒരു വേദിയായിരുന്നു ഈ കാത്തലിക് അസോസിയേഷൻ. 46 തുടങ്ങി ഏകദേശം നമുക്ക് ഇവിടെ മലയാളം പള്ളികൾ വരുന്നത് വരെ നമുക്കറിയാം. ഏകദേശം 25 വർഷമായിട്ടുള്ളൂ ഇവിടെ മലയാളം പള്ളികൾ വന്നിട്ട്. മലയാളം പള്ളികൾ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവം അനുഗ്രഹിച്ചിട്ട് എല്ലാ റീത്തുകളിലും പല ഏരിയയിൽ തന്നെ പള്ളികൾ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ആ പള്ളികളിലോട്ട് പോകും. അതിൽ അവരവരുടെ പള്ളികളിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ പ്രസക്തി കഴിഞ്ഞ 25 വർഷം എടുക്കുകയാണെങ്കിൽ താഴോട്ട് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അതിക്ക് മുമ്പ് 25 വർഷം മുമ്പ് ഒരു മലയാറ്റൂർ മലയുടെ മുകളിലാണ് കാത്തലിക് അസോസിയേഷൻ ഉണ്ടായിരുന്നത് എങ്കിൽ അത് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ആ മലയാറ്റൂർ പള്ളിയുടെ താഴെയുള്ള ഒരു അടിവാരം പള്ളിയുണ്ട്. ആ പള്ളിയിലോട്ട് താന്നു പോയിരുന്നു എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കുന്നു. അത് ആരുടെയും ഭാരവാഹികളുടെ ഒന്നും കുറ്റമല്ല, സാഹചര്യം കൊണ്ട്. ആ അവസ്ഥയിലും നമ്മളുടെ ആ വിശ്വാസവും ഈ അസോസിയേഷനും നഷ്ടപ്പെട്ടില്ല, നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചതിന് ആ കാലഘട്ടങ്ങളിലെല്ലാം പ്രവർത്തിച്ച നേതാക്കളെ
കാത്തലിക് അസോസിയേഷൻ്റെ ഭാരവാഹികളെ ഈ അവസരത്തിൽ ബോർഡ് ഓഫ് ട്രസ്റ്റിയുടെ പേരിൽ അല്ലെങ്കിൽ കാത്തലിക് അസോസിയേഷൻ്റെ പേരിലും അവരോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. 10 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ മലയാറ്റൂരിൻ്റെ പള്ളിയുടെ അടിവാരത്തിലായിരുന്നു. ആ പള്ളിയിൽ അല്ലെങ്കിൽ ആ അസോസിയേഷനിൽ നിൽക്കുമ്പോൾ കുറേ ചെറുപ്പക്കാർ, കൃത്യമായി പറയുകയാണെങ്കിൽ ജിൻസ് പോൾ സക്കറിയ, ജോൺ കെ ജോർജ്, ഷാജി വെട്ടം, അലക്സ് തോമസ് തുടങ്ങിയ കുറേ ചെറുപ്പക്കാർ ഈ അസോസിയേഷനിലോട്ട് വരികയും ഈ അസോസിയേഷൻ്റെ അതിനോടൊപ്പം തന്നെ ഒരാളുകൂടെ പേരുണ്ട്, ഞാൻ പേര് പിന്നീട് പറയാം. ആ അസോസിയേഷൻ്റെ, നമ്മുടെ ഈ അസോസിയേഷൻ്റെ വിഷൻ, നമ്മളുടെ മോട്ടോ ഒരു ചാരിറ്റി ആണ് നമുക്ക് ആവശ്യം എന്ന് തീരുമാനിക്കുകയും അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട്, അതിനുശേഷം ജോൺ കെ ജോർജ് കഴിഞ്ഞ് പോൾ ജോസ് വന്ന് അതിന് മുമ്പ് ജോഫ്രിൻ ജോസ് വന്നു. ജോഫ്രിൻ ജോസിന് ശേഷം പോൾ ജോസിന് ശേഷം ഒരാൾ വന്നു. അത് കോവിഡ് സമയത്തായിരുന്നു. 2 വർഷക്കാലം കോവിഡ് ആയിരുന്നിട്ട് പോലും നമ്മൾ സൂം മീറ്റിങ്ങിലൂടെ ബഹുമാനപ്പെട്ട ചർമ്മേലച്ചൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെ സൂം മീറ്റിങ്ങിൽ നമ്മൾ അപ്പോഴും നമ്മൾ ചാരിറ്റി കൊടുക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഞാൻ പ്രസിഡൻ്റായത്. എനിക്ക് ശേഷം ജോസ് മലയിൽ വന്നു. അതിനുശേഷം ഇപ്പോൾ റോയി ആന്റണി 2 വർഷക്കാലം പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് ഇഞ്ചക്കൻ പ്രസിഡൻ്റായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കഴിഞ്ഞ 10 വർഷക്കാലവും ഈ അസോസിയേഷനെ ആര് ഭാരവാഹിയായാലും ആര് പ്രസിഡൻ്റായാലും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മളുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഡോക്യുമെന്റേഷനും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നഷ്ടപ്പെട്ടു പോയ 5 ഓൺസ് വരെ തിരിച്ചെടുക്കുവാൻ ഒരു ആയിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ചെയർമാൻ. ഞാൻ പറയണ പേര്, അത് നിങ്ങൾ പറയൂ. ആരായിരുന്നു ചെയർമാൻ? എന്തോ ലിൻഡോയോ? കേട്ടില്ല. യെസ്, ലിജോ ജോൺ ആയിരുന്നു എനിക്ക് മുമ്പുണ്ടായിരുന്ന ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ. അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് പ്രസിഡന്റായിരുന്ന ശ്രീ റോയി ആന്റണി. ഞാൻ ഇത്രയും വർണ്ണിച്ച് പോകുന്നില്ല, സമയം കുറവുണ്ട്. ഇത്രയും വർണ്ണിക്കാൻ തന്നെ ഉണ്ട്. കുറേ വർഷങ്ങളായിട്ട് കാത്തലിക് അസോസിയേഷനെ ചേർന്ന് പിടിച്ച് കഴിഞ്ഞ വർഷം ചാരിറ്റിക്ക് വേറൊരു ലെവലിലേക്ക് എത്തിച്ച് 2 വീട് ഒരു വർഷം വെച്ചു കൊടുക്കാൻ സാധിക്കുക. ഏകദേശം കഴിഞ്ഞ വർഷം മാത്രം എടുക്കുകയാണെങ്കിൽ $44,000 ഒരു വർക്കിംഗ് ക്യാപിറ്റലായിരുന്നെങ്കിൽ അതിൽ $22,000 നമ്മൾ ചാരിറ്റി ചെയ്തു എന്ന്, അതായത് 50% ചാരിറ്റി ചെയ്തെന്ന് നമുക്ക് അഭിമാനിക്കാം. അതിന് നേതൃത്വം കൊടുത്ത റോയി ആന്റണിക്ക് ഒരു നല്ലൊരു കയ്യടി കൊടുക്കുക. ഞാൻ പറഞ്ഞു, മലയാറ്റൂർ മലയുടെ അടിവാരത്തിരുന്ന അസോസിയേഷനെ ഇപ്പോൾ 10ാം സ്ഥലത്ത്, 10 വർഷമായിട്ട് 10ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 10ാം സ്ഥലത്ത് വരെ എത്തിയിരിക്കുക. ആ 10ാം സ്ഥലത്ത് നിന്ന് 14ാം സ്ഥലത്തേക്ക് എത്തിക്കുവാൻ കഴിവുള്ള ആളാണ് നമുക്ക് ഇപ്പോൾ ഉള്ള പ്രസിഡന്റ്. പക്ഷെ ദയവേത് 14ാം സ്ഥലത്തേക്ക് പോകരുത്. 14ാം സ്ഥലത്തേക്ക് നമുക്ക് 50ാം വർഷമായിട്ട് എത്തിയാൽ മതി. ഒരു 11 12 ഒന്ന് നിർത്തണം. കാരണം നമ്മുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചാരിറ്റി എന്ന് പറഞ്ഞാൽ, ചാരിറ്റി ആണ് ഏറ്റവും വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിലുള്ളത്. ഇവിടെ കുറവലങ്ങ അസോസിയേഷൻ്റെയൊക്കെ പ്രസിഡൻ്റായിരുന്നു എന്ന് ഇവിടെ സൂചിപ്പിച്ചു. ആ കുറവലങ്ങ അസോസിയേഷനിൽ നിന്നും ഇങ്ങോട്ട് ഒരു പ്രസിഡന്റ് തന്നപ്പോൾ അവിടെ ഒരു മാറ്റക്കച്ചവടം വരെ ചെയ്യേണ്ടി വന്നു. അവർക്ക് ഇതുപോലുള്ള ഒരാളെ അവിടെ വേണം എന്ന് പറഞ്ഞ അവസാനം ജോസ് മലയിലിനെ, മുൻ പ്രസിഡന്റ് ജോസ് മലയിൽ നമ്മൾ അങ്ങോട്ട് കനിയുടെ പ്രസിഡന്റായിട്ട് കൊടുത്തിട്ടാണ് കനിയുടെ പ്രസിഡന്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത്. ജോസഫ് മാത്യു ഇഞ്ചക്കലിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഇനി വരാൻ പോകുന്ന ഈ വർഷത്തെ കാത്തലിക് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ, ഈ വർഷവും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ബോർഡ് ഓഫ് ട്രസ്റ്റിയുടെ പേരിൽ ബോർഡ് ഓഫ് ട്രസ്റ്റിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ സപ്പോർട്ടും ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള, അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ബോർഡ് ഓഫ് ട്രസ്റ്റി ആരാണ്, എക്സിക്യൂട്ടീവ് ആരാണ്, ഓഡിറ്റേഴ്സ് ആരാണ്, അല്ലെങ്കിൽ സോണൽ ഡയറക്ടർ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഏകദേശം 30 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇന്ന് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഈ അസോസിയേഷൻ പോകുന്നത്. ഈ അസോസിയേഷനെ ഈ പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കാനഡയിൽ നിന്നും ഇത്രയും കഷ്ടപ്പെട്ട് മഞ്ഞുപാളികൾ അവിടെ നിന്നൊക്കെ മാറ്റി നിർത്തി ഇവിടെ ഈ ന്യൂയോർക്കിലെത്തി ഞങ്ങളെ അനുഗ്രഹിക്കാനെത്തിയ ബഹുമാനപ്പെട്ട ജോസ് പിതാവിനോടുള്ള നന്ദിയും ബോർഡ് ഓഫ് ട്രസ്റ്റിയുടെ പേരിൽ അർപ്പിക്കുകയാണ്. അതുപോലെ മറ്റു വൈദികർക്കും ഞാൻ സമയം കളയുന്നില്ല, ഓരോരുത്തരും പേര് പറഞ്ഞ്. ഇവിടെ നമുക്കിവിടെ ജോണച്ചനുണ്ടായിരുന്നു.
ജോണി അച്ഛൻ നല്ല ടാലൻ്റുള്ള ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ നാട്ടുകാരും കൂടിയാണ്. അദ്ദേഹത്തിന് സമയമില്ലെങ്കിലും അദ്ദേഹം വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പെർഫോം ചെയ്ത് നിങ്ങളെല്ലാവരെയും കാണുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും കാണുവാനും അനുഗ്രഹിക്കുവാനും ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തോടുള്ള നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള നന്ദി പ്രത്യേകം ബോർഡർ ട്രസ്റ്റിയുടെ പേരിൽ ഇനി ഔദ്യോഗികമായ നന്ദി വേറെ അറിയിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.